അപ്പോൾ നമ്മളങ്ങനെ നല്ലൊരു ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് മേളത്തെ അപ്പർ ഡെക്കിൽ നിൽക്കുകയാണ്. അപ്പർ ഡെക്കിൽ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ് ഹലോങ് ബേയുടെ ഒരു കാഴ്ച. നോക്കി ഫുഡെല്ലാം ഇവിടെ ഒരു വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫുഡൊക്കെ എടുക്കാം. നല്ല ഫുഡ് കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് കയറി, അതും ഒറ്റയ്ക്ക് കയറി കേട്ടോ. ഒരു 10-600 സ്റ്റെപ്സ് വരും കയറി നമ്മളെത്തി. ഇപ്പൊ ഇവിടുത്തെ വ്യൂ കണ്ടോ? യെസ്, എന്താ വണക്കം, ദിസ് ഇസ് ഷാഫ്ക. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ നിൽക്കുന്നത് ഹനോയിലാണ്. ഹനോയിൽ നമ്മൾ ഇന്ന് പോകുന്നത് ഹലോങ് ബേയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൺ ദ വേയിൽ നമ്മളിവിടെ ഒരു ബാംബു സിൽക്ക്, അതായത് ബാംബു ക്രാഫ്റ്റ്, ബാംബു ആൻഡ് സിൽക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിയും അവരുടെ ഒരു പ്രോഡക്റ്റ് ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എൻ്റെ പുറകെ കാണുന്നതാണ് ആ ബാംബു സിൽക്ക് ഏരിയ, ലൂവ ആൻഡ് ക്രേ എന്ന് പറയുന്നത്. അപ്പോൾ പോകുന്ന വഴിയാണ് ഹലോങ് ബേയിൽ നിന്ന് പോയി. എല്ലാ ടൂറിസ്റ്റും ആൾക്കാരും ഇവിടെയാണ് നിർത്തി ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം കുറച്ച് ബാംബു പ്രോഡക്ട്സും ബാംബു ഫാബ്രിക് ഒക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ, ട്രാക്ക്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറിയിട്ടാണ് നമ്മൾ ബാംബു പ്രോഡക്ട്സ് കാണാൻ പോകുന്നത്. ലൂവ ആൻഡ് ക്രേ, ബാംബു ആൻഡ് സിൽക്ക് ടെക്നോളജി ഒക്കെയാണ് ഇതിനകത്തുള്ളത്. ഇവിടെ എല്ലാ ടൂറിസ്റ്റ് വണ്ടികളും ഉണ്ട് കേട്ടോ. ഇതെല്ലാവരും ഹാലോങ് ബേ പോകുന്നവരാണ്. ഇപ്പോൾ ഓൺ ദ വേയിൽ അവരിവിടെ നിർത്തി കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി കാണാം. ഇതൊരു ലൂവ ആൻഡ് ക്രേ എന്ന് പറഞ്ഞൊരു ബാംബു ആൻഡ് സിൽക്കിൻ്റെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു ഐഡിയ ഒക്കെ തന്നത് ആദ്യമായിട്ട് ഇപ്പം എല്ലാ ടൂറിസ്റ്റുകളും ഈ ഹലോങ് ബേ പോകുന്ന വഴിക്ക് നിർത്തുന്ന ഒരു സ്ഥലമാണ്. ആക്ച്വലി സിൽക്ക് വർക്കും പിന്നെ കുറേ ബാംബു ക്രാഫ്റ്റ് വർക്കും ബാംബുവിൻ്റെ ഈ തൊപ്പി ഇതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഒരു ക്രാഫ്റ്റ് വർക്ക്, ബാംബു ക്രാഫ്റ്റ് വർക്ക് സ്ഥലമാണ്. അപ്പോൾ ഇതിപ്പോൾ ടൂർ പോകുന്ന എല്ലാവരും നിർത്തുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുകൊണ്ട് നിർത്തിയാണ്. ഇത് ഇതിനകത്തുള്ളതാണ്. അതായത് നമ്മുടെ പുതിയൊക്കെ സിൽക്ക് ഉണ്ടാക്കില്ല, ആ കാണുന്നൊരു ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിവിടെ അവരെല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ സിൽക്ക് ഉണ്ടാക്കുന്ന മെഷീൻസും എങ്ങനെയാണ് സിൽക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെയാണ് അവരുടെ കാണിക്കുന്നത്. ഇത് നമ്മുടെ കൊടിയും പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഏജൻ്റാണ് അവിടെ. അപ്പോൾ ഇത് അവരുടെ മെഷീൻസൊക്കെയാണ്, മെഷീനറീസാണ് സിൽക്ക് ഉണ്ടാക്കുന്നത്. നമ്മുടെ നെയ്ത്ത് പക്ഷെ കൊള്ളാം കേട്ടോ. 1 ടൈം കാണാനായിട്ടുണ്ട്. ഇതപ്പോൾ ഒരു ഫുൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അവർ സിൽക്കെന്ന് ഇങ്ങനെ നെയ്ത് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരുന്നതാണ്. കാണിച്ചു തരുന്നതാണ് എങ്ങനെയാണ് സിൽക്ക് ഉണ്ടാക്കുന്നത്. ഇതേപോലെ സിൽക്ക് പ്രോഡക്ട്സ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. ഡ്രസ്സൊക്കെ ഉണ്ട്, പ്യുവർ ഒറിജിനൽ സിൽക്കാണ് കേട്ടോ. അതായത് അവർ ഇവിടെ തന്നെ നെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന സിൽക്കാണ്. ഓരോ പ്രോസസ് ബൈ പ്രോസസ് ആയിട്ടാണ് അവർ കാണിച്ചു തരുന്നത്. അപ്പോൾ കൊക്കൂൺ ഇവിടെ ഇരിക്കുന്നത് കൊക്കൂണാണ് കേട്ടോ. കൊക്കൂണിൽ ഒരു സിൽക്ക് വോമെന്ന് എടുക്കുന്ന ഒരു പ്രോസസ്സൊക്കെയാണ് അവരുടെ കാണിക്കുന്നത്. ഇതാണ് ആ ഒരു കൊക്കൂൺ. ഇതിൽ നിന്ന് അവർ സിൽക്ക് ഉണ്ടാക്കുന്നത്. ഇതിനെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ ഈ മെഷീനകത്തിട്ട് ഇവിടെ നിന്ന് എടുത്ത് നെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അവരിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു മെഷീനകത്തുള്ള ഒരു നെയ്തൊക്കെ എടുക്കുന്നത് കൊക്കൂൺ അതിനകത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തുനിന്ന് വെച്ച് ഇങ്ങനെ മെഷീൻ വഴി കറക്കി ഇങ്ങനെ സിൽക്ക് പോലായി വരും. രണ്ട് സൈഡിലും ആ ഒരു ഡെമോൺസ്ട്രേഷനാണ് അവർ കാണിക്കുന്നത്. ഇതെല്ലാം അവരുടെ ഒരു സിൽക്കിൻ്റെ പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണ്. ഇത് നമ്മൾ നോർമലി ഇത് ഇപ്പോൾ ഏഷ്യൻ കൺട്രി പോലെ ഇതേപോലെ ഇപ്പം മലേഷ്യയിലാണെങ്കിൽ പേളിൻ്റെ ഉണ്ട്. അതേപോലെ ഓരോ സ്ഥലങ്ങളിലും അവരുടെ പ്രോഡക്ട്സിൻ്റെ ഒരു ചെറിയ ഷോറൂം പോലെയാണ് ഡെമോൺസ്ട്രേഷൻ. ഇതെല്ലാം ഡെമോൺസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു ഹാളുകളൊക്കെയാണ്. അതുപോലെ ബാംബു വർക്ക്സിൻ്റെ ഉണ്ട്. അതായത് ഇവിടെ ഒരു ഫ്രീ വെള്ളം കിട്ടും. എന്തൊരു ജ്യൂസ്. എനിക്കൊരു ബാംബു ഇതാണോ? ബാംബു ആൻഡ് സിൽക്ക്. ഇവിടെ നിന്നൊരു ഡ്രിങ്ക് കിട്ടും. താങ്ക് യു. വാട്ട് ഈസ് ദിസ്? ഹെർബൽ ടീ. ഒരു ഹെർബൽ ടീ ആണ്. ഇവരുടെ അത് ഊരുണ്ടാക്കുന്ന പറഞ്ഞിട്ടാണ് കേട്ടോ. In water that will absorb water, sink very quickly. Cotton still float on the surface like that. That means bamboo absorb water very well. That is a cotton 3 to 4 times. From this absorbent feature of bamboo, we have something made from the bamboo fiber. And first one. ക്ലാസ് എടുക്കുന്നതാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവരുടെ ക്ലാസ് എടുത്തല്ല അവരുടെ ബാംബു വെച്ചുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. അണ്ടർവെയർ ഉണ്ട്, ലേഡീസിനുള്ള ഡ്രസ്സുണ്ട്, ആണുങ്ങൾക്കുള്ള അണ്ടർവെയർ, പിന്നെ ടവൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവർ കാണിച്ചു തന്നത്. അപ്പോൾ ഇതാണ് ഒരു ബാംബു ക്ലാസ്. ഇവരുടെ ബാംബു ചായ. അടുത്ത ക്ലാസ്
ബ്ലൂ ആൻഡ് ഗ്രേ ബാംബൂ സിൽക്കാണ് അവരിപ്പോൾ കാണിച്ചു തന്നെ കേട്ടോ. ഇവിടെ എല്ലാം ബാംബുവിൻ്റെ പ്രോഡക്ട്സ് വെച്ചുള്ള നമുക്കിവിടെ ഇവിടെ ഒരു ക്ലാസ്സിൽ കാണിച്ചിരുന്നത് ബാംബു ഫൈബർ ഡ്രസ്സാണ് കാണിച്ചു തന്നിട്ട്. ബ്ലാങ്കറ്റ്സ് ഉണ്ട്, പിന്നെ പല ടൈപ്പ് ഡ്രസ്സ്, ടവൽസ്, പിന്നെ ബാംബുവിൻ്റെ പ്രോഡക്ട്സ് ആണെല്ലാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. അവരുടെ ബാംബു ഫാബ്രിക്കിലുണ്ടാക്കിയ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും, അണ്ടർവെയർ ഉണ്ട്, പിന്നെ ലേഡീസും ജെൻസിനും ഉണ്ട്, പിന്നെ ഷർട്ടുണ്ട്, പിന്നെ ഒരു ക്ലോത്ത് കാണിച്ചു തന്നു. മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ബ്ലാങ്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം, സ്കേർട്ടായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് ഡെമോൺസ്ട്രേഷൻ ഒക്കെയാണ് ഇവിടെ കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയി ഇവിടെ എന്താ നോക്കാട്ടോ. ഇവിടെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ളത് അങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സ് തന്നെയാണ്. ഇവിടെ അവരുടെ പ്രോഡക്ട്സ് എല്ലാം വാങ്ങിക്കാനായിട്ട് അവർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഫുൾ ബാംബു പ്രോഡക്ട്സ്, ബാംബു ഫാബ്രിക് അല്ലേ, ബാംബു അല്ലേ, ബാംബു ഫാബ്രിക്കും ബാംബു പ്രോഡക്ട്സും ഉണ്ട്. ഇവിടെ എന്താ സാധനം? ഇത് അവരുടെ എല്ലാ പ്രോഡക്ട്സും ആണ് കേട്ടോ. മാറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വാങ്ങിക്കാനായിട്ട് അവരോട് വെച്ചേക്കാണ്. ഇതൊരു സംഭവമാണ്. ഇതൊരിപ്പോൾ ഡിസ്പ്ലേയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ക്ലാസ് എടുത്തപ്പോൾ ഇതൊരു ബാഗായിട്ട് യൂസ് ചെയ്യാം, ഇതൊരു ബ്ലാങ്കറ്റ് ആണ്, പില്ലോ ആയിട്ട് യൂസ് ചെയ്യാം. ഇതൊരു ബ്ലാങ്കറ്റ് ആണ് ആക്ച്വലി. ഇത് കൊള്ളാം. നല്ല കുറേ പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. അപ്പം താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് ബാംബു പ്രോഡക്ട്സില്ല, ബാംബു ഫാബ്രിക്കൊക്കെ മേടിക്കാവുന്നതാണ്. ഇവിടെ എല്ലാം ഇരിക്കുന്നത് ബാംബുണ്ടാക്കിയ ബാംബു ചാക്കുകളുണ്ടാക്കിയ സോപ്പൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കുറച്ച് അത്യാവശ്യം നല്ല പ്രോഡക്ട്സ് ഉണ്ട്. ബാംബു കോട്ടൺ അല്ലെങ്കിൽ ബാംബു സിൽക്ക് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ, ബാംബു ഫാബ്രിക്. അതേപോലെ ടോയ്, സോഫ്റ്റ് ടോയ്സ്, പിന്നെ ബാഗ്, അങ്ങനെയുള്ള സോക്സ്, അങ്ങനെ എല്ലാ പ്രോഡക്ട്സും ഉണ്ട്. നമ്മുടെ ലാസ്റ്റ് ബില്ലിംഗ് ഏരിയ എന്നാണ്. ഇവിടെ മൊത്തം ബാഗ്സ് ആണ്. അതേപോലെ ഒരുപാട് പ്രോഡക്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ബാംബുവിൻ്റെ ഫാബ്രിക്, ബാംബു പ്രോഡക്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ 100% നാച്ചുറൽ ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മൾ പുറത്തിറങ്ങാൻ പോകുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് കണ്ടിറങ്ങുമ്പോൾ ഇവിടെ അവരുടെ ഒരു കഫറ്റേറിയ ആണ്. കഫറ്റേറിയയിൽ അത്യാവശ്യം ജ്യൂസ് ഉണ്ട്, കോക്കനട്ട് കോഫി, ക്യാപ്പച്ചിനോ, പിന്നെ കരിക്ക്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കണ്ടിറങ്ങിയിട്ട് ഇവിടെ നിന്ന് മേടിച്ച് കുടിക്കാവുന്നതാണ്. അപ്പുറത്തൊക്കെ പാടമാണ്. നമ്മൾ കേരളം ആലപ്പുഴയൊക്കെ പോയ പോലെ നമുക്ക് തെങ്ങ്, വെള്ളം, പാടമൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള ഏരിയ ആണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളിതാ ഹാലോങ് ബേയിലെത്തി. അപ്പം നമ്മളിനി ക്രൂസിലേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ ക്രൂസ്, അലവ പ്രവി ക്രൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൗസ് ബോട്ട് പോലത്തെയാണ്. നമ്മുടെ ഉദ്ദേശിക്കുന്ന RCG പോലത്തെ വലിയ ക്രൂസ് അല്ല. ബട്ട് ദിസ് ഇസ് വെരി നൈസ്. എല്ലാ ഫെസിലിറ്റിയൊക്കെ ഉള്ള ക്രൂസാണ് കേട്ടോ. നമ്മുടെ ലക്ഷറി ഹൗസ് ബോട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ സാധനം. പക്ഷെ അപ്പോൾ നമ്മൾ ക്രൂസിലേക്ക് പോവാണ്. ഇവിടെ ആക്ച്വലി നമ്മുടെ ഗൈഡ് പറഞ്ഞത് 13,000 ക്രൂസുകളുണ്ട് കേട്ടോ. വലിയ ക്രൂസുകളുണ്ട്, ചെറിയ ക്രൂസും ഉണ്ട്. അപ്പം നമ്മുടെ ക്രൂസ് അലവ പ്രീമിയം ക്രൂസ് എന്നാണ് നമ്മുടെ ക്രൂസിൻ്റെ പേര്. നമുക്കിവിടെ തന്നെ ലഞ്ചൊക്കെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈവനിങ്ങിൻ്റെ ഒരു പാർട്ടിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മൾ വി ആർ ഗെറ്റിംഗ് ഇൻ ടു ക്രൂസ്. വരുമ്പോൾ തന്നെ ലഞ്ചാണെന്നോ താങ്ക് യു. നമ്മുടെ വെറ്റ് വൈപ്സ് ആണ്. വെറ്റ് വൈപ്സ് ആണ്. ടേബിൾ നമ്പർ 3 ആണ് നമ്മുടെ ടേബിള്. ടേബിൾ 3 അല്ലേ? ഇതാണ് 3. ഓക്കെ, ഇതാണ് നമ്മുടെ ടേബിൾ നമ്പർ 3. നമുക്കിവിടെ ഡ്രിങ്കൊക്കെ ഉണ്ട്. അപ്പുറത്തിടാം. അപ്പോൾ ഫുഡൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ എല്ലാം ഫുഡും ഉണ്ട്. ഫുഡെല്ലാം ഇവിടെ അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫുഡൊക്കെ എടുക്കാം. എല്ലാ ഫുഡും ഇവിടെ ഉണ്ട്. ഓക്കെ, ക്രിസ്ത്യന് കാണിച്ചാൽ ഇവിടെല്ലാം സാലഡ്സ് ഐറ്റമാണ്. പിന്നെ മെയിൻ കോഴ്സ് ഐറ്റംസും അവരിവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വീക്ക് ഫാമിലി സ്റ്റൈല് ഡിഷ് തന്നെയായിരിക്കും. പിന്നെ വേണമെങ്കിൽ ഡ്രിങ്ക് ഉണ്ട്. ഡ്രിങ്ക് ഓൺ എക്സ്ട്രാ പ്രൈസിലാണ് ഡ്രിങ്ക്. അപ്പോൾ നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ അവർ നമ്മുടെ ടേബിൾ നമ്പർ പറഞ്ഞിരുന്നു, നമ്മുടെ ഗൈഡ്. അപ്പോൾ നമ്മൾ ആ ടേബിളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേബിൾ നമ്പർ 3 ആണ്. അതിന് ഇത് മറ്റേ വെറ്റ് വൈപ്സിന് പകരം. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നല്ലൊരു ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് മേളത്തെ അപ്പർ ഡെക്കിൽ നിൽക്കുകയാണ്. അപ്പർ ഡെക്കിൽ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ് ഹാലോങ് ബേയുടെ ഒരു കാഴ്ച. നോക്കി എന്ത് രസമാണ്. ഈ ഹാലോങ് ബേ എന്ന് പറയുന്ന വിയറ്റ്നാമിൻ്റെ മോസ്റ്റ് ഐക്കോണിക് പ്ലേസ് ആണ് കേട്ടോ. നമ്മുടെ കിങ് കോങ് സിനിമയിലൊക്കെ ഈ ഒരു ഹാലോങ് ബേയിൽ ഒരു ഐലൻഡ് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഇനി ഒരു ഐലൻഡിലെത്തും. അവിടെ നിന്നാണ് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇത് രസമാണെന്ന് അറിയുമോ. നല്ലൊരു ക്ലൈമറ്റും കൂടെ ആണ്.
നല്ലൊരു കൂൾ ക്ലൈമറ്റ് ആണ് കേട്ടോ ഇപ്പോൾ. രസം നോക്കി കാണാൻ സൂപ്പർ ഭംഗിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഒരു ക്രൂസിൽ നിന്ന് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഐലൻഡിൽ വരുവാണ്. ഇതാണ് ഒരു ഫസ്റ്റ് ഐലൻഡ്. ഇവിടെ 2 ആക്ടിവിറ്റി ഉണ്ട്. ഐതർ നമുക്ക് സ്വിം ചെയ്യാം ഇവിടെ ബീച്ചിൻ്റെ അവിടെ, അല്ലെങ്കിൽ ഈ ഒരു ഹില്ലിൻ്റെ മുകളിൽ കയറണം. അറൗണ്ട് ഒരു 500-600 സ്റ്റെപ്സ് ഉണ്ട്. അത് കയറി മേളിൽ പോകണം. ബട്ട് നല്ല വ്യൂ ആയിരിക്കും മേളിൽ പോയാൽ കേട്ടോ. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ഐലൻഡിൽ നമ്മുടെ ആ ക്രൂസുകളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ഇതൊരു വലിയൊരു ടോപ്പാണ്, ഒരു ഹില്ലാണ്, ലൈം സ്റ്റോൺ ആണ്. ഇതിൻ്റെ മണ്ടയിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയ ഐലൻഡിൻ്റെ പേരാണ് ടിപ്പ് ടോപ്പ് ഐലൻഡ് കേട്ടോ. അപ്പോൾ ടിപ്പ് ടോപ്പ് ഐലൻഡിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയത്. ഇവിടെ നമുക്ക് ഹിൽ ടോപ്പിലും പോകാം. പിന്നെ ഇവിടെ ഒരു ബീച്ച് ഏരിയ ഉണ്ട്. ടോപ്പിൽ എനിക്ക് 600-700 സ്റ്റെപ്സ് കയറിയാണ് നമ്മൾ മുകളിൽ പോകേണ്ടത്. അതല്ലെങ്കിൽ ഇവിടെ ബീച്ചിൽ കുളിക്കുകയും ചെയ്യാം. എന്തായാലും തിരിച്ച് പെട്ടെന്ന് വരണം. നമുക്ക് എന്തായാലും പറ്റുവാണെങ്കിൽ എത്രത്തോളം മേളിൽ കയറാൻ പറ്റുമെന്ന് നോക്കാം. സോ അപ്പോൾ നമുക്കിങ്ങനെ ഇത് ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഉണ്ടോ കാര്യം ഇവിടെ ഫുൾ ചെറിയ ചെറിയ ഷോപ്സ്, ടൂറിസ്റ്റ് ആൾക്കാരെല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിൽ പോയിട്ട് അവിടെ എങ്ങനെയാണെന്നുണ്ടെന്ന് നോക്കാം. കാര്യം ഭയങ്കര രസം. ഇവിടെ കണ്ടോ ഫ്രിഡ്ജിനകത്ത് നമ്മളിവിടെ കൊക്കക്കോളയും പെപ്സിയൊക്കെ വയ്ക്കും. ഇവിടെ കൊക്കക്കോള, പെപ്സി, ബിയേഴ്സും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എന്ന് വരുമോ. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് കയറി തുടങ്ങിയാലോ. സ്വാമിയേ പോകാം. അപ്പം ഈ ഒരു സ്റ്റെപ്സ് കയറി നമുക്കങ്ങ് മേളിൽ പോകാം. അങ്ങനെ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് കയറി, അത് ഒറ്റയ്ക്ക് കയറി കേട്ടോ. ഒരു 10-600 സ്റ്റെപ്സ് വരും. കയറി നമ്മൾ എത്തി. ഇപ്പൊ ഇവിടുത്തെ വ്യൂ കണ്ടോ? യെസ്, എന്താ വാച്ചിങ്, അടിപൊളി. ഇത്ര ഒരു കിട്ടില്ല വ്യൂ കാണാനാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്സ് കയറി കേട്ടോ. രക്ഷയില്ല, അടിപൊളിയാണ്. രസമൊക്കെ. അപ്പൊ ഇതാണ് ഹാലോങ് ബേയുടെ ഒരു അടിപൊളി വ്യൂ. അപ്പോൾ നമ്മൾ നല്ലൊരു വ്യൂ പോയിന്റ് എല്ലാം കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. എന്തായാലും തിരിച്ച് താഴെ ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. നല്ല ഹെക്റ്റിക് ആണോ ചോദിച്ചാൽ ഭയങ്കര ഹെക്റ്റിക് അല്ല, ബട്ട് റെസ്റ്റ് എടുത്ത് വേണമെങ്കിൽ കയറാം. റെസ്റ്റ് എടുത്ത് ഇടയ്ക്ക് നിന്ന് കയറാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ നിന്ന് കയറാം. അപ്പോൾ നമ്മളിതെല്ലാം മേളിൽ നിന്നുള്ള കിട്ടില്ല വ്യൂ പോയിന്റ്, ഹാലോങ് ബേയുടെ വ്യൂ പോയിന്റ് എല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയാണ്. നമ്മുടെ ഹാലോങ് ബേയിലെ ബീച്ച് അത് വന്ന് ജസ്റ്റ് കാല് നനയ്ക്കാനായിട്ട് പുറത്ത് പോയേക്കാണ്. എവിടെ അതായിരിക്കുന്നു. ഇത്ര രസം നോക്കി, നല്ല വൈറ്റ് സാൻഡും ഭയങ്കര ഭംഗി കേട്ടോ ഇവിടെ കാണാൻ. ഇതാ ഇതിന്റെ മേളിലാണ് നമ്മൾ കയറിയത്. എന്നിട്ട് ഇതാ തിരിച്ചിറങ്ങി നോക്കി. ഇതാണ് ഹാലോങ് ബേ. ആ ക്രൂസൊക്കെ നോക്കി എന്ത് വലുപ്പം, അടിപൊളി. അപ്പോൾ നമ്മൾ അടുത്തൊരു ഐലൻഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഒരു ബാംബു ബോട്ട് റൈഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഇതിനകത്തുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ബാംബു ബോട്ട് അല്ലെങ്കിൽ സ്പീഡ് ബോട്ടും ഉണ്ട്. സ്പീഡ് ബോട്ടിന് 350 ആണ് VND. ബാംബു ബോട്ട് 50 VNT ഉള്ളു. സ്പീഡ് ബോട്ടും എനിക്ക് തോന്നുന്നു സ്പീഡ് ബോട്ട് എത്ര മിനിറ്റാണ്? 1 മണിക്കൂറോ? ഡിസ്റ്റൻസ് ആണല്ലോ. ബാംബു ബോട്ട് 10-20 മിനിറ്റ്സ് ആണ്. ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കേവ്സിലൊക്കെ പോകും. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയി അവിടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മളൊരു ബാംബു ബോട്ട് റൈഡാണ് കേട്ടോ പോകാൻ പോണേ. ഇത് സ്പീഡ് ബോട്ടാണ്. ചുറ്റും നോക്കി എന്ത് രസമാണ്. ഇവിടെ മൊത്തം ക്രൂസാണ് കേട്ടോ. നമുക്ക് അത്രയ്ക്ക് ഗസ്റ്റ് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഗൈഡ് ചേട്ടൻ ഫ്രണ്ടിൽ കൊടിയൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. ആക്ച്വലി മുമ്പ് ഈ മലേഷ്യ, തായ്ലാൻഡിലൊക്കെ പോയപ്പോൾ ഈ കൊടി പിടിച്ച് പോകുന്ന കാണുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ ഗൈഡ് അങ്ങനെ ആരുമില്ല. പക്ഷെ ഇവിടെ പുള്ളി ഇതാണ്ടോ, പുള്ളി നമ്മുടെ ഗൈഡാണ്. പുള്ളി ഇതാ കൊടിയൊക്കെ പിടിച്ച് പോകുന്നുണ്ടോ. അപ്പൊ നമ്മളൊരു ബാംബു ബോട്ട് റൈഡാണ് പോകുന്നത്. അതൊരു 10-20 മിനിറ്റ്സ് ആണ് ഈ ബാംബു ബോട്ട് റൈഡ്. നല്ല രസമുള്ള ഐലൻഡ്സ് ആണ് കേട്ടോ. ഓരോരോ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ കയാക്കിംഗ് വേണേൽ കയാക്കിംഗ് ചെയ്യാം, അതിനും പറ്റും. ഹലോ. ഓക്കെ, അപ്പം കയാക്കിംഗ് വേണമെങ്കിൽ കയാക്കിംഗ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അതിന് പേ ചെയ്യാം. സ്പീഡ് ബോട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പിന്നെ നമ്മൾ മോനെ കൊള്ളുകൊണ്ടാണ് പിന്നെ സ്പീഡ് ബോട്ട് എടുക്കാതെ. സൂക്ഷിക്കണേ, ഗ്യാപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാംബു ബോട്ട് റൈഡ് എടുക്കുന്നത്. അപ്പോൾ ബാംബു ബോട്ട് റൈഡ് എടുത്താൽ നമുക്കൊരു കേവ് ഒക്കെ പോകും. ഇതാണ് ബാംബു. ഗേറ്റ് നമ്പർ 3. ഓക്കെ, ഗേറ്റ് നമ്പർ 3 നമുക്ക് ടിക്കറ്റ് ഒന്ന് ബാംബു ബോട്ടിന്റെ അങ്ങോട്ടാണ് പോകുന്നത്. കുട്ടിക്ക് ടിക്കറ്റ് ഇല്ല. നമ്മൾ 4 അഡൽട്ടിന്റെ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ ഇട്ട് വെയിറ്റ് ചെയ്യാണ്.
നമ്മുടെ ഡെക്ക് 3 ആണ്. 3യിലാണ് നമ്മുടെ ബാംബു ബോട്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് നേരെ കേവ്സ് കാണാൻ പോകാം. ലൈംസ്റ്റോൺ കേവ്സ് ആണ് കാണാൻ പോകുന്നത്. ഭയങ്കര രസമുള്ള കാഴ്ചയായിരിക്കും. നമ്മുടെ ലൈംസ്റ്റോൺ കേവ്സ് ഒക്കെ കാണാനുള്ള ഒരു ബോട്ട്, നമ്മുടെ ബാംബു ബോട്ടിലുള്ള യാത്രയാണ് കേട്ടോ. നല്ല സ്ലോ ആയിട്ടാണ് ബോട്ട് മൂവ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ കയാക്കിംഗ് ഉണ്ടല്ലോ, അത് അവിടെ കയാക്കിംഗ് ഉണ്ട്. വേണ്ട ഈ ഒരു ഗുഹയ്ക്കകത്തൂടെ കാണാം അപ്പുറത്ത് പോകാനായിട്ട്. സോ അപ്പൊ നമ്മുടെ ആ ഒരു നമ്മളങ്ങനെ ലൈംസ്റ്റോൺ കേവിനകത്തോട്ട് പോവാണ്. ഇതാണ് ലൈംസ്റ്റോൺ കേവ്. ഇത് രസം നോക്കാം. നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയില്ല കൂടാ. അടിപൊളി. ഈ വെള്ളത്തിന്റെ കളറൊക്കെ ഭയങ്കര രസമാട്ടോ. മേളൊക്കെ നോക്കി എന്ത് രസമാണ്. ഏതോ ഒരിടത്തുണ്ടല്ലോ നമ്മളൊരു ഇതിനകത്ത് പോകുമ്പോ ചെറിയ കേവാ, കേറണമെങ്കിൽ നമ്മൾ കിടന്ന് ആണോ? ആ ഇതാണ് പറഞ്ഞത് കയാക്കിങ്. അനു ഇതാണ് പറഞ്ഞ അമ്മ തട്ടിയണ്ട. പാമ്പ് പോട്ട് ഇവിടെ നിർത്തണോ? അത് ഇവിടെ നിർത്തിയോ? അല്ല ഞാൻ ഇവിടെ പിടിച്ച് നിർത്തിക്കോ. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. സൂപ്പറാണ്. നീ ഇതോടെ മലപ്പുറം ചുറ്റും നോക്കി എന്താ വലിപ്പമുള്ള മലകളാട്ടോ. ഒരു ഗുഹയ്ക്കകത്തൂടെ പോകുന്ന യാത്ര അടിപൊളിയാണ്, നല്ല രസമാണ്. ഫുൾ ബാംബു ബോട്ടാണ്. അതിന്റെ ഇടയ്ക്ക് കയാക്കിംഗ് ഉണ്ട്. അപ്പോൾ കയാക്കിങ്ങിന്റെ ഒരു ചെറിയൊരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ബാംബു ബോട്ട് ഒരു കയാക്കിങ്ങിൽ ഇടിച്ച് പോകുന്ന കുറച്ച് ഇൻസിഡൻസ് നമ്മൾ കണ്ടായിരുന്നു. അത് ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നമ്മൾ ഗൂഗിളിലൊക്കെ വായിച്ചായിരുന്നു കേട്ടോ. ഈ കയാക്കിങ് പോകുന്ന ആൾക്കാർ ഈ ബാംബു ബോട്ടുകാർ വരുമ്പോൾ അതിലിങ്ങനെ ഇടിക്കുന്നത് ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കുന്ന രസമാണ്. വീഴത്തില്ല, ഞാൻ പിടിച്ചിട്ടില്ല എന്നെ. നമ്മൾ ഇനി അടുത്ത പോകുന്നത് വേറൊരു ഐലൻഡിലാണ്. അവിടെ കുറച്ച് കേവിനകത്ത് പോയി നടക്കാനൊക്കെ പറ്റും. അപ്പൊ നമ്മൾ നമ്മുടെ ബോട്ടിലേക്ക് നമ്മൾ തിരിച്ച് വീണ്ടും വന്നു. അലോവ പ്രീമിയം ക്രൂസ്. അപ്പൊ നമ്മൾ അടുത്തൊരു ഐലൻഡിലെത്തി. ഇതൊരു കേവ് ആണ്. ഇതിനകത്തൂടെ എൻട്രി, ഒരു സൈഡിൽ കൂടെ എൻട്രി ചെയ്ത് മറു സൈഡിൽ കൂടെ ആണ് എക്സിറ്റ്. അപ്പോൾ നമ്മുടെ ഗൈഡ് കൊടിയൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. പുള്ളിയുടെ പുറകെ പോകാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നിന്ന് എൻട്രി, അപ്പുറത്ത് നിന്ന് എക്സിറ്റ്, അപ്പുറ സൈഡിൽ നിന്ന് എക്സിറ്റ്. ഒരു 100 സ്റ്റെപ്പ് കയറി മേളിലെത്തിയിട്ട് ഗുഹയ്ക്കകത്തൂടെ ഒരു 1 കിലോമീറ്റർ നടക്കണം. ഒരു 100 സ്റ്റെപ്സ് വലിയ കുഴപ്പമില്ല. നേരത്തെ കയറിയ പോലെ അത്ര ഹെക്ടിക്കല്ല. ജസ്റ്റ് കയറിയിട്ട് ഒരു ഗുഹയ്ക്കകത്തൂടെ നടന്ന് ഒരു 1 കിലോമീറ്റർ നിയർലി നടന്ന് അപ്പുറത്തെ എക്സിറ്റിൽ കൂടെ പോകണം. ഈ പകുതി വരെ നടന്നിട്ട് തിരിച്ചു പോരുക. കാര്യം നമ്മളെ ബോട്ട് എൻട്രിയിൽ അവിടെ നിന്ന് വിടും, എക്സിറ്റിലാണ് പിന്നെ നിൽക്കുന്നത്. പകുതി വരെ പോയിട്ട് തിരിച്ച് എൻട്രിയിൽ നടക്കരുതെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞു. എക്സിറ്റിൽ കൂടെ എന്തായാലും വരണം, അല്ലാതെ നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബോട്ടിൽ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് സങ് സോട്ട് കേവ്. ഇവിടെയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കേട്ടോ. ഓ, ഇതിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞ് പണ്ടുണ്ടായിരുന്നപ്പോൾ ഇവിടെ അവർ വെള്ളം കുടിക്കാൻ ഇവിടെ വരുമായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഒരു മങ്കി മേളിൽ നിന്ന് ക്ലൈം ചെയ്ത് വന്നിട്ട് ഈ ഗുഹയ്ക്കകത്തോട്ട് കയറിപ്പോയി. അപ്പോൾ ഗുഹയ്ക്കകത്ത് കയറി പോവുകയാണെങ്കിൽ അവിടെ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയാണ് പണ്ടുള്ള ആൾക്കാർ ഈ ഒരു കേവ് കണ്ടെത്തിയെന്നാണ് പറഞ്ഞത്. ഒരു 100 സ്റ്റെപ്സ് കയറി കഴിഞ്ഞാൽ നമുക്ക് കേവാണ്. കേവിനകത്തുള്ള നടന്നു പോകാം. സോ ഇനി കേവിനകത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം.
അപ്പൊ അങ്ങനെ നമ്മൾ കേവിനകത്ത് പോവാണ്. ഇതിനകത്ത് ഇറങ്ങുമ്പോണ്ടല്ലോ ഭയങ്കര തണുപ്പാട്ടോ. AC-ലൊക്കെ നിന്ന പോലെ ഇത് നാച്ചുറൽ എയർ കണ്ടീഷൻ ആണ് കേട്ടോ. ഓ ഇത് കിട്ടില്ല, ഒരു രക്ഷയില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ അകത്ത്. വെളിയില് നല്ല ചൂടുണ്ടായിരുന്നു, ഇങ്ങോട്ട് കയറുന്നവരും നല്ല തണുപ്പായി. ഈ പൊളി നോക്കി എന്ത് രസമാണ്. ഇത് നാച്ചുറൽ ആണ് കേട്ടോ, ഒന്നും മാൻമെയ്ഡൊന്നും അല്ല, കംപ്ലീറ്റ്ലി നാച്ചുറൽ. ഒരു രക്ഷയില്ല മോനെ, അടിപൊളി സാധനം. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ കേട്ടോ. നമുക്ക് ഇതൊക്കെ എന്ത് രസം നോക്കിയാൽ. ഇതിനകത്തൊക്കെ കംപ്ലീറ്റ് അവിടെ വെള്ളമാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്, ഭയങ്കര ഭംഗിയാണ്. നോക്ക് അടിപൊളി, അടിപൊളിയല്ലേ? നോക്കൊരു സൂപ്പർ കേട്ടോ. നോക്ക് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത കേവ് കേട്ടോ, അടിപൊളിയാണ്, നല്ല ഭംഗിയാണ്. അതിന്റെ മേളൊക്കെ ഇത് കണ്ടപ്പോ ഞാൻ ആലോചിച്ചത് മറ്റേ മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷൊക്കെ വീണ ആ കേവ് ഇപ്പൊ എന്ത് കേവ് ആയിരിക്കും അല്ലേ? ഇതൊക്കെ നോക്ക് ആ കേവിന്റെ ഒക്കെ ഒരു ബ്യൂട്ടി. ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് നടക്കാനായിട്ടുള്ള സ്പേസ് ഭയങ്കര കുറവാണ്, ഒരാൾക്ക് പോകുന്ന സ്പേസ് ഉണ്ടാവില്ല. നോക്കേ ജസ്റ്റ് ഒരാൾക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ. നോക്ക് ഉണ്ടോ, തലയൊക്കെ ഇടിയും, സൂക്ഷിച്ചു വേണം. ഇവിടേക്ക് എന്താ അറിയോ, ഇവിടെ നമുക്ക് കേവിന്റെ ഫോട്ടോ എടുത്തരും, ഫോട്ടോ എടുത്ത് കീ ചെയിൻ ആക്കി തരും. ആ കീ ചെയിൻ നമുക്ക് ഉണ്ട്, ഇത് ഫ്രീ ആണ് കേട്ടോ. ഇത് വിയറ്റ്നാമിന്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് വിയറ്റ്നാം ഗവൺമെന്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അവരൊരു കീ ചെയിനിലാക്കി തരും. വെളിയിൽ പോകുമ്പോൾ കീ ചെയിൻ കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് വിയറ്റ്നാം ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്, അവിടെ ഒരു സംഭവമാണ്. അതിന് ഇത് വിയറ്റ്നാം കൊടുക്കുന്നെന്നല്ലേ പറഞ്ഞത്? വിയറ്റ്നാമിന് വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഒന്ന് കൊടുക്കുന്നതാണ് കേട്ടോ, ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തരും. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ഐലൻഡ് കണ്ട് തിരിച്ചെത്തി. അവിടെ നിന്ന് ഒരു കീ ചെയിൻ ഒക്കെ കിട്ടിയാണ്, ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് നമ്മൾ ബോട്ടിൽ വന്നപ്പോൾ നമുക്കൊരു ഫ്രീ ഡ്രിങ്ക് ഉണ്ട്, ഒരു ഫാമിലിക്ക് 2 എണ്ണം. അപ്പൊ അങ്ങനെ നമുക്ക് ഫ്രീ ഡ്രിങ്ക് എടുക്കാം. ഫാൻറ്റ ഉണ്ട്, നല്ല ബിയർ കിട്ടും, എങ്ങനെ എടുക്കാം. പിന്നെ നമുക്ക് സ്നാക്ക് പോലെ ഫ്രൈംസ്, പേരയ്ക്ക, അങ്ങനെ ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സും ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ ആ പോർട്ടിൽ തന്നെയാണ്. ഈ ബോട്ട് നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ കൊണ്ടുവന്നത് ആ പോർട്ടിലോട്ട് പോകും. പോർട്ടിൽ പോയിട്ട് അവിടെ തിരിച്ച് നമ്മൾ ബസ് കയറി പോകണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ഹാലോങ് ബേ എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ഉണ്ട്. അതോടൊപ്പം നമുക്ക് കുറെ ആക്ടിവിറ്റി ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ബോട്ട് റൈഡ് ചെയ്യാം, കയാക്കിംഗ് ചെയ്യാം, പിന്നെ ആ ഒരു ബാംബു ബോട്ട് ചെയ്യാം, സ്പീഡ് ബോട്ട് ചെയ്യാം. പിന്നെ ആ ഒരു കേവ് കാണേണ്ട സംഭവം തന്നെയാണ്, ലൈം സ്റ്റോൺ കേവ് ആണ്, അടിപൊളി കേവ് ആണ്. അതിനകത്ത് നമ്മൾ ഫോട്ടോ എടുത്ത സ്ഥലത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ആ ഒരു കീ ചെയിൻ കിട്ടും, ചെറിയൊരു ലോക്കറ്റ് പോലെ. അത് നല്ലതായിരുന്നു. ഇതേക്കാളും ചൂടുണ്ട്, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്, ഭയങ്കര വെയിലില്ല, അപ്പൊ ചൂടുണ്ട്. പിന്നെ ഒരുപാട് നടക്കാനുണ്ട് കുട്ടികളെ കൊണ്ടുവരാം, പക്ഷെ നടക്കാനുണ്ട്, നടന്നുമ്പോൾ കണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹാലോങ് ബേയിലെ വിശേഷങ്ങൾ. നമ്മൾ തിരിച്ച് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ പോയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ഹാലോങ് ബേയിൽ അടിപൊളി ഒരു ഡേ ക്രൂസ് കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഹാലോങ് ബേയിൽ ഡേ ക്രൂസും ഉണ്ട്, ഓവർനൈറ്റ് ക്രൂസും ഉണ്ട്. അപ്പം രണ്ട് റേറ്റ് ആണ്. ഡേ ക്രൂസ് ഡബിൾ റേറ്റ് ആണ്, ഓവർനൈറ്റ് നമ്മുടെ ആലപ്പുഴയൊക്കെ ഹൗസ് ബോട്ടിംഗ് പോലെ തന്നെയാണ്, ഡേ ഉണ്ട് നൈറ്റും ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ ഡേ ക്രൂസും ഉണ്ട്, നൈറ്റ് ക്രൂസും ഉണ്ട്. അപ്പം രണ്ടും നല്ല എക്സ്പീരിയൻസ് ആണ്. ഡേ ക്രൂസ് തന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു ഹാലോങ് ബേയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഫോർ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് ഷാഫ് കപ്പ്. ബൈ പറയുന്നു. ബൈ.